നമസ്കാരം. 2025 ജനുവരി മാസം 28 ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചൊവ്വാഴ്ച ദിവസത്തെ മലയാള തീയതി 1200 ആണ്ട് മകരമാസം 15 തീയതിയാണ്. ഇന്ത്യൻ തീയതി മാഘമാസം 8 തീയതിയാണ്. ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം 6:46 AM, രാവിലെ 6:46. അസ്തമയ സമയം വൈകുന്നേരം 6:24 PM, വൈകുന്നേരം 6:24. ചൊവ്വാഴ്ച ദിവസത്തെ തിഥി ചതുർദശി തിഥിയാണ്. ചൊവ്വാഴ്ച രാത്രി 7:32 വരെ ഉണ്ടായിരിക്കും. ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രം ചൊവ്വാഴ്ച ദിവസം രാവിലെ 9 മണി വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ ഉത്രാട നക്ഷത്രം ആരംഭിക്കുകയാണ്. പൂർണ്ണമായിട്ടും ഉത്രാട നക്ഷത്രമാണ് ആ ദിവസം മുഴുവൻ വന്നു ചേരുക. അതുകൊണ്ടാണ് ഉത്രാട നക്ഷത്രം തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. പൂരാട നക്ഷത്രം ചൊവ്വാഴ്ച ദിവസം രാവിലെ 9 മണി വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഉത്രാട നക്ഷത്ര സമയം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ ബുധനാഴ്ച രാവിലെ 8:22 വരെയുള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രാട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉത്രാട നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആദ്യത്തെ ഒരു പാദം ധനുക്കൂറിലാണ്. അതിൻ്റെ സമയം പറഞ്ഞുതരാം. അതായത് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണി വരെയുള്ള സമയമാണ് ധനുക്കൂറിൽപ്പെട്ട ഉത്രാടൻ കാൽ നക്ഷത്ര സമയം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും ചൊവ്വാഴ്ച ദിവസം ഉത്രാട നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ ബുധനാഴ്ച രാവിലെ 8:22 വരെയുള്ള സമയത്ത് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ചൊവ്വാഴ്ച ദിവസം രാവിലെ 9 മണി മുതൽ ബുധനാഴ്ച ദിവസം രാവിലെ 8:22 വരെയുള്ള സമയമാണ് ഉത്രാട നക്ഷത്ര സമയം. ഈ ഉത്രാട നക്ഷത്ര സമയത്ത് ഉത്രാട നക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഭരണി, കാർത്തിക, തൃക്കേട്ട, വിശാഖം, ഉത്രം, അത്തം, പൂരാടം. ഇത്രയും നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പ്രതികൂലമായ അനുഭവങ്ങൾ ഈ സമയത്ത് ചൊവ്വാഴ്ച ദിവസം രാവിലെ 9 മണി മുതൽ ബുധനാഴ്ച ദിവസം രാവിലെ 8:22 വരെയുള്ള സമയത്ത് ഉത്രാട നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ മകയിരം, തിരുവാതിര, മൂലം, അനിഴം, ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് മനസ്സിലാക്കുക. ബാക്കിയുള്ള നാളുകാരുടെ ജീവിതത്തിൽ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. ചൊവ്വാഴ്ച ദിവസം രാവിലെ 8:16 മുതൽ ഉച്ചയ്ക്ക് 12:46 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് ഉച്ച കഴിഞ്ഞ് 2:16 മുതൽ 3:42 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രം പറയാം. തീയതി 28 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 1 വരും. 28 2 + 8 = 10, 10 1 + 0 = 1. അങ്ങനെ ഏതൊരു മാസത്തെയും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് വളരെ ഉത്തമമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന, ഉത്കൃഷ്ട ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. അത് കൂടുതൽ മെച്ചപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി നിറങ്ങളെ ആശ്രയിക്കുക. മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതോടൊപ്പം തന്നെ പേരിൽ AI, JQY എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ, ഉത്തമ ഫലങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. 2025 ജനുവരി മാസം 31 രാവിലെ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇതിൽ പങ്കുചേരുക. ഇതിൻ്റെ ചെലവിലേക്ക് 2000 രൂപയാണ് വാങ്ങിക്കുന്നത്. താല്പര്യമുള്ളവർ ഇതിൽ പങ്കാളികളാകുക. തീർച്ചയായിട്ടും രാഹു കേതു ദോഷ ഇല്ലാതാകുന്ന ഒരു പൂജയാണ്. ഈ പൂജ ചെയ്താൽ 1.5 വർഷത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ രാഹു കേതു ദോഷം ഇല്ലാതെ വരും. മഹാദേവൻ്റെ അനുഗ്രഹമുണ്ടാകും, നവഗ്രഹങ്ങളുടെ അനുഗ്രഹമുണ്ടാകും. ആർക്കും ദോഷമായിട്ടുള്ള അനുഭവങ്ങളൊന്നും വന്നു ചേരത്തില്ല. ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ പങ്കാളികളാകുക. തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു ഐശ്വര്യം, അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ നല്ല ഒരു ജീവിത സാഹചര്യം നിങ്ങൾക്കുണ്ടാകും. അതിനുവേണ്ടി രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്യുക. താല്പര്യമുള്ളവർ എന്നെ വിളിക്കുക. വിളിച്ച് പേരും മേൽവിലാസവും ഒക്കെ പറഞ്ഞു തരിക. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഈ അധ്യായത്തിൽ അവസാനമായിട്ട് പറയുന്നത് ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ്. ധനം വന്നു ചേരുന്ന നാളുകാർ, അതായത്
ചൊവ്വാഴ്ച ദിവസം ഉത്രാട നക്ഷത്രമാണല്ലോ. ഉത്രാട നക്ഷത്രപ്രകാരം ധനം വന്നിരുന്ന നാളുകാർ ചതയം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം ഇത്രയും നാളുകാർക്ക് ധനം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ധനം കടം വാങ്ങിക്കാനും അനുകൂലമായ ദിവസമാണ്. കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാനും പറ്റുന്ന ദിവസമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. ഈ ധനപരമായ വിഷയത്തിൽ അനുകൂലമായ ദിവസമാണ് ഈ നാളുകാർക്ക്. ഏതൊക്കെ നാളുകാർക്കാണ്? ചതയം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം എന്നീ നാളുകാർക്കുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി ജ്യോതിഷപരമായ പ്രത്യേകതകളായിട്ട് പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.